നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങേയറ്റം സ്നേഹിച്ച ഭാര്യയിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരമായ ചതിയുടെയും പരപുരുഷ ബന്ധത്തിന്റെയും നടുക്കുന്ന കഥകൾ പുറത്തുവിട്ട് ഒരു യുവ എഞ്ചിനീയർ കൂടി ജീവിതം അവസാനിപ്പിച്ചു. ഭാര്യയുടെ അവിഹിത ബന്ധങ്ങളെക്കുറിച്ചും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതിനെക്കുറിച്ചും വെളിപ്പെടുത്തിയാണ് യുവാവ് സ്വന്തം ജീവൻ വെടിഞ്ഞത്. ഹൈദരാബാദിലെ 36-കാരനായ ടെക്കി യുവാവ് സീതാറാമാണ് ഭാര്യയുടെ അവിഹിത ബന്ധങ്ങളിൽ മനം നൊന്ത് ഹുസൈൻ സാഗർ തടാകത്തിൽ ചാടി ജീവൻ ഒടുക്കിയത്. വെറുമൊരു ആത്മഹത്യയല്ല, തന്റെ ദാമ്പത്യം തകർത്ത 3 കാമുകന്മാരെയും ഭാര്യയെയും പ്രതിക്കൂട്ടിലാക്കുന്ന 19 പേജുള്ള വിശദമായ ആത്മഹത്യക്കുറിപ്പ് മാറ്റിവെച്ചാണ് സീതാറാം മരണത്തിലേക്ക് നടന്നു കയറിയത്. ഹുസൈൻ സാഗർ തടാകത്തിൽ ചാടിയാണ് ആത്മഹത്യ ചെയ്തത്. താൻ പ്രാണതുല്യം സ്നേഹിച്ച ഭാര്യ രേണുക തന്നെ വഞ്ചിക്കുകയാണെന്ന് സീതാറാം അറിഞ്ഞത് അങ്ങേയറ്റം ദാരുണമായ സാഹചര്യത്തിലാണ്. രേണുകയുടെ കാമുകന്മാരിൽ ഒരാളായ രമണ എന്നയാൾ ഇവരുടെ സ്വകാര്യ നിമിഷങ്ങൾ റെക്കോർഡ് ചെയ്ത ഇൻസ്റ്റഗ്രാമിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ വൈറലായതോടെയാണ് തന്റെ വീട്ടിൽ നടന്നിരുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് സീതാറാം തിരിച്ചറിയുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി രേണുക ഒരേ സമയം 3 പേരുമായി ബന്ധം പുലർത്തിയിരുന്നതായും ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ട്. ജോലി ആവശ്യങ്ങൾക്കായി സീതാറാം വീട്ടിൽ ഇല്ലാത്ത സമയങ്ങളിലാണ് കാമുകന്മാർ ബെഡ്റൂമിൽ വരെ എത്താറുണ്ടായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും കുറിപ്പിലുണ്ട്. ഭാര്യയെ എല്ലാവിധത്തിലും സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടും തനിക്ക് ലഭിച്ചത് ഈ ചതിയാണെന്ന് സീതാറാം വേദനയോടെ കുറിക്കുന്നു. ഈ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെയാണ് യുവാവ് ആത്മഹത്യ തിരഞ്ഞെടുത്തത്. രമണ എന്ന പേരുള്ള ഒരാൾ രേണുകയുമായുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിപ്പിച്ചതോടെയാണ് ഭാര്യയുടെ ബന്ധങ്ങളെ കുറിച്ച് താൻ അറിഞ്ഞത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് വലിയ മാനസിക സമ്മർദ്ദത്തിന് കാരണമായെന്നും ഇതാണ് ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും യുവാവ് വ്യക്തമാക്കുന്നു. സംഭവത്തിൽ ഹൈദരാബാദ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സീതാറാം എഴുതി വെച്ച 19 പേജുള്ള ആത്മഹത്യക്കുറിപ്പ് പോലീസിന്റെ കൈവശമുണ്ട്. ഇതിൽ പരാമർശിച്ചിരിക്കുന്ന 3 കാമുകന്മാരെയും ഭാര്യയെയും ഉടൻ ചോദ്യം ചെയ്യും. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ദൃശ്യങ്ങൾ സൈബർ സെൽ പരിശോധിച്ചു വരികയാണ്. ഒരു കുടുംബം തകർത്ത ഈ അവിഹിത നാടകത്തിലെ പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്ന ആവശ്യവുമായി സീതാറാമിന്റെ ബന്ധുക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. പലപ്പോഴും പുരുഷന്മാർ നേരിടുന്ന ഇത്തരം ഗാർഹിക പീഡനങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും പുറലോകം അറിയാതെ പോകുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഈ ടെക്കി യുവാവിന്റെ മരണം.